Hello. Welcome to market discussion of the day. Today, 14th of April 2025. മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയ വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ഫണ്ടമെൻ്റൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതും കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്രാഷ് കോഴ്സ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 15th April 2025. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെയ്ഡ് സെഷനും നമ്മൾ നടത്തുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്ന് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ് അല്ലെങ്കിൽ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ഒറ്റ കാര്യം കൂടെ, സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. വെറുതെ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് വിചാരിച്ചൊരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കുക. കാരണം ഒരുപാട് ആൾക്കാർ വെറുതെ മെസ്സേജ് അയക്കുന്നുണ്ട്, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ എന്നാലും നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ വെനസ്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ മൺഡേയും ട്യൂസ്ഡേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ലെന്ന് നമുക്ക് കാണാം. വെനസ്ഡേ പക്ഷേ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് രാവിലെ 10 മണിക്ക് UK ടൈമിംഗ്, രാത്രി 10 മണിക്ക് യൂറോ സോണിൽ നിന്നുള്ള CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ അതിനുശേഷം 1:30 മണിക്ക്, ഇതെല്ലാം UK ടൈമിംഗ് ആണ് കേട്ടോ, 1:30 മണിക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. അതേപോലെ ബാങ്ക് ഓഫ് കാനഡയുടെ ന്യൂസ്, അത് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വട്ടം. കാരണം അതും താരിഫുമായിട്ട് ഒരുപാട് റിലേഷൻ ഉണ്ടായത് കൊണ്ടിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ രാത്രി 6:30 ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ചും വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എന്താ പറയുക, അതിനുശേഷം നമുക്ക് തേഴ്സ്ഡേ വലുതായിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ നമുക്ക് ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട്. അതിനുശേഷം എന്താ പറയുക, നമുക്ക് ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും അന്ന് തന്നെ ഉച്ചയ്ക്ക് 1:15 മണിക്ക് ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വരുന്നുണ്ട്. വെള്ളിയാഴ്ച നമുക്ക് ഗുഡ് ഫ്രൈഡേ ആണ്, മാർക്കറ്റ് അവധിയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ നമുക്ക് ഈ ആഴ്ച നമുക്ക് സുഖമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഇന്ന്, നാളെ, വ്യാഴാഴ്ച എന്നുള്ള ദിവസങ്ങളിലാണ്. ഓക്കെ, സോ അത് നമ്മൾ യൂസ് ചെയ്ത് പോവാം. പ്രോപ്പറായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സമയത്ത് ട്രേഡിങ് എടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സോ ഇതാണ് എനിക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ളത്. പൊളിറ്റിക്കലായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോണിക്സ് ഐറ്റംസിന് താരിഫിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് എന്നുള്ളൊരു കാര്യം US പ്രസിഡൻറ്റിൻ്റെ അവിടുന്ന് US നിന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണത്. അത് ആക്ച്വലി എന്താ പറയുക, അതിൻ്റെ വോളറ്റാലിറ്റി വരുന്നത്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ മാർക്കറ്റിൽ വരുന്നത് രാത്രി 8:30 ഇന്ത്യൻ ടൈമിംഗ് 8:30 ശേഷമാണ്. അല്ലെങ്കിൽ US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാത്രമായിരിക്കും അതിൻ്റെ ഒരു വോളറ്റാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷനൊക്കെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുക. ഓക്കെ, അതേപോലെ എന്താ പറയുക, നമുക്ക് വേറെ അതേപോലെ 18-ാം തീയതി, അതായത് ഗുഡ് ഫ്രൈഡേയുടെ അന്ന് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററും അതേപോലെ US പ്രസിഡൻറ്റുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടാവും. സോ അതിനകത്ത് ബേസിക്കലി ചിലപ്പോൾ യൂറോപ്പിലോട്ടുള്ള താരിഫിനെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു ന്യൂസ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. കാരണം ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററും US പ്രസിഡൻറ്റുമായിട്ടുള്ളൊരു റിലേഷൻ അത്രയും നല്ലൊരു റിലേഷൻ ഉണ്ടായതുകൊണ്ടിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ താരിഫിനെ പറ്റിയുള്ളൊരു ചർച്ച നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ നമുക്ക് നേരെ വേറെയും കുറേ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞു പോവാം. സോ ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ വട്ടവും പറയുന്നത് പോലെ നമ്മളുടെ JPYയിലോട്ട് വരുമ്പോൾ, JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 142.610. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് എന്താണ്, എങ്ങോട്ടാണ് എന്നുള്ളൊരു കാര്യം, ഒരു ജംഗ്ഷനാണ് 142 എന്ന് പറയുന്നത്. JPYയെ സംബന്ധിച്ചിടത്തോളം ഒരു ജംഗ്ഷനാണ്. ഓക്കെ, സോ ഈ പർട്ടിക്കുലർ ജംഗ്ഷനിൽ നിന്ന് എങ്ങോട്ടാണ് നമ്മൾ മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത് അല്ലേ.
സോ അത് ചിലപ്പം ഒന്നെങ്കിൽ ഇത് 142 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി 140 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ടോ താഴോട്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അതിന് കുറച്ചും കൂടെ അത് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ഷോർട്ട് ടേം ട്രേഡ് എനിക്ക് പറയാനായിട്ടുള്ളൊരു പേടിയുണ്ട്. കാരണം 142 ബ്രേക്ക് ചെയ്ത് 140 എത്തിയാൽ ഉറപ്പായിട്ട് 140 അവിടെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ 140 താഴെയായിട്ട് പുതിയ ഒരു ഡേ ഓപ്പണിങ്ങിന് താഴെയായിട്ട് ക്യാൻഡിൽ ഓപ്പൺ ആയാൽ അത് ചിലപ്പം താഴോട്ട് പോകും. ഓപ്പണായി പിറ്റേ ദിവസം രാവിലെയും പിറ്റേ ദിവസം മുഴുവനും 140 താഴെയാണ് മാർക്കറ്റ് എങ്കിൽ നമുക്ക് ഏകദേശം ഒരു കാര്യം ഉറപ്പിക്കാം. എന്താണ്? മാർക്കറ്റ് ഒരു ലോങ്ങർ ടേമിലോട്ട് ഡൗൺ ട്രെൻഡിലോട്ട് പോവാണ് JPY എന്നുള്ളൊരു കാര്യം. അതിൻ്റെ മിനിമം ടാർഗറ്റ് 132 അതിനുശേഷം അത് 120 പോകാനുള്ളൊരു പോസിബിലിറ്റിയാണ് മാർക്കറ്റ് കാണിക്കുന്നത്. ഇതാണ് ഒരു ലോങ്ങർ ടേമിൽ JPYയെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് JPYയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ നമ്മളുടെ ഇന്ന് JPYയിൽ ഷോർട്ട് ടേം ട്രേഡ് 140 കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ട്രേഡ് എടുത്ത് പോവാം. 142 അവിടെയും ഇപ്പോൾ 2-3 വട്ടം 142 അവിടെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അടുത്തൊരു മാർക്കറ്റ് ഓപ്പണിങ്ങിന് 142 അവിടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. ഒരു ചെറിയൊരു 143 വരെയോ 144 വരെയൊക്കെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് JPYയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, കമ്മിങ് ടു യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.3900 റേഞ്ചിലാണ്. ഓക്കെ, 1.400 എന്ന് പറയുന്നത് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം. 1.4 മുകളിലായിട്ട് മാർക്കറ്റ് പോവാത്തൊരു സിറ്റുവേഷൻ നമുക്ക് കാണാം അല്ലേ. സോ ഇപ്പോൾ 9 മണി, അതായത് 10 മണി അടുത്ത ക്യാൻഡിൽ, ഇതിപ്പം ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്കുള്ള ക്യാൻഡിൽ, ഏഷ്യ ക്ലോസ് ആവുന്ന ക്യാൻഡിലും 1.42 എന്ന് പറയുന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ മുകളിലോട്ട് പോയില്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ഒരു സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് യൂറോ അപ് ട്രെൻഡാണ്. അതുകൊണ്ടിട്ട് തന്നെ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയി പോകും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പക്ഷെ എന്നിരുന്നാലും 10 മണിക്ക് ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു കൺഫർമേഷനാണ്. മാർക്കറ്റ് ചെറിയൊരു ഞാൻ ഇന്നത്തേക്കുള്ള ട്രേഡിനെ കുറിച്ച് മാത്രമേ പറയുന്നത്, ലോങ്ങർ ടേമിലോട്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു 50 to 60 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതാണ് ഇന്നത്തെ ദിവസം മാത്രം നോക്കുകയാണെങ്കിൽ എന്തിനകത്ത്, യൂറോയ്ക്കകത്ത്. ഓക്കെ, സോ എന്താ പറയുക, നമ്മളുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ലീഡേഴ്സിൻ്റെ, അതായത് യൂറോപ്യൻ ലീഡേഴ്സിൻ്റെയൊക്കെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇന്ന് US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം വന്നാൽ അതൊക്കെ ഉറപ്പായിട്ട് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ ഇതാണ് യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. ഇതാണ് ഇന്നത്തെ ഷോർട്ട് ടേം കാര്യം. ഇല്ല എങ്കിൽ നമുക്ക് ലോങ്ങർ ടേമിലോട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് കിട്ടിയാൽ തന്നെ വേണം. ഒന്നെങ്കിൽ 1.100 മാർക്കറ്റ് ഒന്നുകൂടെ വരണം, അതായത് ഇതിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് വരണം. ഓക്കെ, അത് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഒക്കെ ഈ ആഴ്ച ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഇന്നത്തെ ദിവസം മാത്രം നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.300 to 1.400 ആണ്. നമുക്ക് ആ $10 മൂവ്മെൻ്റ് ആണ് ഇന്ന് ആക്ച്വലി നമുക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത് എനിക്ക്. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.3161 റേഞ്ചിലാണ്. ഓക്കെ, GBPയുടെ ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ GBP ഞാൻ സെല് ചെയ്യാനായിട്ട് പറയത്തില്ല, കാരണം പ്രോപ്പറായിട്ടൊരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് GBP കഴിഞ്ഞ വട്ടം പോയപ്പം ഹൈ പോയൊരു പ്രൈസ് ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച നമുക്ക് ഹൈ പോയൊരു പ്രൈസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രൈസിൻ്റെ അവിടെയൊക്കെ നമുക്ക് GBP കിട്ടിയാൽ, ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1.3200 ഓക്കെ, ഇപ്പോൾ നിൽക്കുന്ന ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.316 എന്ന് പറയുന്ന റേഞ്ചാണ്. ഓക്കെ, 1.3200 അവിടെ കിട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഒരു ഇന്നത്തേക്ക് മാത്രമുള്ള ഒരു ഷോർട്ട് ടേം സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തേക്ക് മാത്രമാണെങ്കിൽ 1.3
ത്രീ ഇന്നലെ ക്ലോസ് ആയ ക്യാൻഡിൽ. ഓക്കെ, ഇന്നലെ ക്ലോസ് ആയ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 1.3700 അല്ലെ 1.3060 എന്ന് പറയുന്ന റേഞ്ചൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് 1.3030 സ്റ്റോപ്പ് ലോസും വെക്കേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് ജി ബി പിയിൽ പറയാനായിട്ടുള്ളത്. ജി ബി പിയിൽ ലോങ്ങർ ടേമിലോട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും മാർക്കറ്റ് റീട്രേസ് ചെയ്ത് തന്നെ വരണം. 1.300 അടുത്ത് കിട്ടണം. അല്ലെങ്കിൽ മാർക്കറ്റ് പിന്നെയും താഴെ പോയി 1.2800 അവിടെ കിട്ടിയാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ലോങ്ങർ ടേമിലോട്ടുള്ള ഒരു ബൈയും നമ്മൾ ജി ബി പിയിൽ ചെയ്യാം. ഇതെല്ലാം ഞാനിത് യൂറോയും ജി ബി പി ഞാൻ നേരത്തെ തന്നെ 1.2800 1.2700 ജി ബി പി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്യാൻ പറ്റുമെന്ന്. യൂറോയും 1.2800 ഒരുപാട് കാലം നിന്നപ്പോഴും ഞാൻ പറഞ്ഞു അവിടുന്ന് നല്ലൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. അത് ലോങ്ങർ ടേമിലോട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷെ ഒന്നുകൂടെ റീട്രേസ് കിട്ടിയാൽ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്ത് വീണ്ടും അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി ഇതിനകത്ത് ജി ബി പിക്കകത്ത് പറയാനായിട്ടുള്ളത്. സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം, ഗോൾഡ് നമുക്കൊരു പിടിതരാതെ നിൽക്കുകയാണ്. ഗോൾഡിനകത്തുള്ള ഇന്നത്തെ ഒരു ഷോർട്ട് ടേം ബൈയെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്, സെല്ലിങ് ഞാൻ പറയാറില്ല ഗോൾഡിൽ. ഓക്കെ, 3215 നല്ലൊരു ബൈ പോയിന്റ് ആണ്. 3215 മാർക്കറ്റ് കിട്ടിയാൽ 10 മണിക്കുള്ള ക്യാൻഡിൽ നമുക്ക് 3215 അവിടെ കിട്ടിയാൽ നമുക്ക് ഒറ്റ മിനിറ്റ് വീണ്ടും ഇവിടെ അനക്കമില്ലാതിരിക്കുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് പോവും, അതാണ് സംഭവിക്കുന്നത് കേട്ടോ. സോ എന്തായാലും 3215 അടുത്ത് നമുക്ക് കിട്ടിയാൽ 3208 എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊണ്ടിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്നൊരു ബൈ ചെയ്യാം. ഓക്കെ, പൊളിറ്റിക്കലായിട്ട് വേറെ കുറേ ഇഷ്യൂസ്, താരിഫ് മാത്രമല്ല റഷ്യ കുറച്ചും കൂടെ സജീവമായിട്ട് ഉക്രൈനെ ആക്രമിക്കാനായിട്ട് ഈ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, വേറെ പല രീതിയിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഇറാൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇറാൻ ഇസ്രായേൽ അവിടെ നിന്നും ഒരു വാർ ഒക്കെ ചെറിയ രീതിയിൽ പൊങ്ങി വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ പൊളിറ്റിക്കൽ ടെൻഷൻ ഭയങ്കര കൂടുതലായതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ എല്ലാം പ്രഷർ നമ്മളുടെ ഗോൾഡിലോട്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഗോൾഡിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെയൊക്കെ ബൈയിങ് പോയിന്റ് എന്ന് പറയുന്നത് 3180 ഓക്കെ, എങ്ങാനും 3180 കിട്ടിയാൽ ഒരു കാരണവശാലും ആ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കി കളയാതിരിക്കുക. അവിടുന്ന് നല്ലോണം ഒരു ബൈ എടുത്ത് മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ നമുക്ക് അവിടുന്ന് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 3180 ബെഞ്ച് മാർക്കാണ്. അവിടെ നല്ല രീതിയിലുള്ളൊരു ബൈ ഉണ്ടാകും എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടുന്ന് നല്ലൊരു ഗോൾഡിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഈ വീക്കിൽ കിട്ടാൻ പോകുന്നത് 3180. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കി ഇപ്പം നിങ്ങൾ ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ 3115 കിട്ടിക്കഴിഞ്ഞാൽ 0.3 ലോട്ട് എടുക്കാം. ഓക്കെ, അവിടുന്ന് ഒരു ചെറിയ ഒരു $10 പ്രോഫിറ്റ് എടുത്ത് മാറുക. ഓക്കെ, പക്ഷേ 3180 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലോട്ട് എടുക്കുന്ന ആളാണെങ്കിൽ ഒരു ലോട്ട് തന്നെ എടുക്കുക. സ്റ്റോപ്പ് ലോസ് വെക്കണം. 3170 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് അവിടുന്ന് ബൈ ചെയ്ത് പോകണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് മെയിനായിട്ടും പറയാനായിട്ടുള്ളത്. എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്കിത് ഗുണപ്പെടുന്നുണ്ട്, നിങ്ങളിത് ചെയ്തിട്ട് ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ആകുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.